ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു സേമിയ പായസം കേട്ടോ. അടിപൊളി സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതിൽ ഒരു 2-3 ടിപ്പ് കൂടി കാണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ മിസ്സാവാതെ കാണണേ. വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ട് കേട്ടോ ഈ സേമിയ പായസം നമ്മളിപ്പോൾ ഉണ്ടാക്കണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് സേമിയക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കി വയ്ക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റേ. നമുക്ക് പെട്ടെന്നൊരു പായസം കുടിക്കാൻ തോന്നിയാൽ ഒരു അടിപൊളി പായസം ഒരു 10 മിനിറ്റിൽ റെഡിയാക്കിയിട്ട് എടുക്കണ്ടേ, അതാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ഫുള്ളുള്ളതുണ്ട് കേട്ടോ. ഞാനൊന്ന് പകുതിക്ക് 2 ആക്കിയിട്ട് മാറ്റുന്നതുണ്ട്. ഇനി കുറച്ച് കൂടുതൽ കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് സൈഡിലേക്ക് വയ്ക്കുക. ഇനി നെയ്യ് എടുക്കുക. നെയ്യിനാണ് യൂസ് ആക്കുകയാണത് 6 kg നെയ്യ് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഈ നെയ്യാണ് യൂസ് ആക്കാറുള്ളത്. നിങ്ങൾ യൂസ് ആക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ഫാനാവേ. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രണ്ടിലുള്ള വെടിച്ച പാത്രങ്ങൾ കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വെടിച്ചിട്ട് കേട്ടോ. നല്ല ഓഫറൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ. അതിൽ വീക്ക്ലി ഓഫറുണ്ട് കേട്ടോ. ഇനി കാഷ്നട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അത് ലൈറ്റായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് നല്ല കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കൊള്ളു ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കോൾഡ് മാറിയിട്ട് വയസ്സ് കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല താങ്ക്സ് കേട്ടോ. പിന്നെ നമുക്കിത് 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിലാണ് പുതിയ പാത്രമാണ്. കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് തളിക്കുമ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നേരത്തെ കണ്ട നമ്മളെല്ലാം ഫ്രൈ ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പാനിലേക്ക് 2 കപ്പ് പാലെടുക്കാം കേട്ടോ. കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട്. 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തെടുക്കുക. ഒരു 2.5 കപ്പ് പാലെടുത്താൽ 3 കപ്പ് അടുത്ത പാലെടുത്താൽ ഒരു 2.5 കപ്പിക്ക് കുറച്ച് കുറവ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ വെള്ളം പാലും പിന്നെ നമ്മളിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കുടിച്ച് ഒന്ന് തിളച്ച് വരണം കേട്ടോ. നന്നായിട്ട് വറ്റി വരാൻ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇതെല്ലാം ഇടിച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി വരപ്പും അടുപ്പത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ഇതിൽ ഒരു പരന്ന പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുക കേട്ടോ. കണ്ട ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക കേട്ടോ. 2 മിനിറ്റിന് ശേഷം ഇങ്ങനെ ആവും.
ഇത് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവില്ലേ, അങ്ങനെ വേണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം മാത്രം ഒരു 2-3 ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. ഇഷ്ടപ്പം മറക്കണ്ട, ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടട്ടെ നമ്മൾ സേമിയ പായസത്തിന്. ഇനി പാല് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ സേമിയ ഇട്ടെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്നൊരു പായസം കുടിക്കാനും അതൊന്നും കഴിക്കാൻ തോന്നില്ലേ, ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തില്ലേ കാഷ്നട്ട്, അതിലേക്ക് തന്നെ അല്ലേ നമ്മൾ സേമിയ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബ്ലാക്ക് കളറായിട്ടുണ്ട് കേട്ടോ, അത് മാറ്റിയെടുക്കുക. കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ, പക്ഷേ അങ്ങനെ ഭംഗി തോന്നില്ലല്ലോ, അതുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. ഇനി സേമിയ വെന്തെന്ന് നോക്കുക കേട്ടോ. കണ്ട ഒന്നുകൂടി വേവാനുണ്ട്. 2-3 മിനിറ്റ് ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഈ സമയത്തിനൊക്കെ മധുരം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷെ നമ്മൾ അപ്പുറത്ത് മധുരം വെച്ച് പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. ഒരു 2-3 മിനിറ്റ് കുക്കായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം പോലത്തെ ഉള്ള സമയത്ത് തന്നെ നമുക്ക് ഓഫാക്കി വെച്ചാലല്ലേ നമ്മൾ കഴിക്കാൻ സമയത്ത് ഭയങ്കര കട്ടിയായിട്ടുണ്ടാവില്ല കേട്ടോ. പാല് കട്ടി ആവണ മുമ്പ് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഡ്രൈ നട്ട്സ് ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ട ഇങ്ങനെ വേണം കേട്ടോ. ഈ സമയത്ത് മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. എന്നിട്ട് മൂടി വയ്ക്കുക. നമ്മൾ കഴിക്കാൻ സമയത്ത് കട്ടിയായിട്ട് സേമിയ ഉണ്ടാവില്ല കേട്ടോ, നല്ല ലൂസായിട്ട് തന്നെ കിട്ടും കേട്ടോ. കണ്ട ഒന്ന് മൂടി വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ പോയിട്ടുണ്ട്. കണ്ട ഈ സമയത്ത് നമുക്ക് ഭയങ്കര കട്ടിയായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത്രയല്ലോ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.